ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്മ്യൂട്ടേറ്റിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും എന്താണെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ CBSE മാത്സ് ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ റേഷണൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഉള്ളിലെ അവസാനത്തെ പ്രോപ്പർട്ടി ആയ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 3 നമ്പർ A, B, C എന്ന് പറഞ്ഞ 3 നമ്പർ ഉണ്ടെങ്കിൽ A×B+C എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ഉള്ളെങ്കിൽ നമുക്കതിനെ AB+AC എന്ന ഫോർമാറ്റിലേക്ക് എഴുതാം. നേരെ തിരിച്ചു നമുക്ക് ചെയ്യാം. ഇപ്പോൾ AB+AC എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ A കോമൺ ആയിട്ട് എടുത്ത് AB-യിലും A ഉണ്ട്, AC-യിലും A ഉണ്ട്. AB+AC ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് A കോമൺ ആയിട്ട് എടുത്ത് A പുറത്തിട്ടിട്ട് B+C എന്നുള്ള രീതിയിലും എഴുതാം. ഇതേപോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ A×B-C എന്നാണെങ്കിൽ നമുക്കതിനെ AB-AC എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നേരെ തിരിച്ച് AB-AC എന്നാണെങ്കിൽ നമുക്കതിനെ A കോമൺ ആയി പുറത്തിട്ടിട്ട് B-C എന്നുള്ള രീതിയിലും എഴുതാം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനിൽ കൂടെ നമുക്കിത് എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. 3/4 × 3/2 + 4/3. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലൂടെ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. നമുക്കത് ഇങ്ങനെ ഇപ്പം ഒരു ഭാഗമാണ് തന്നെങ്കിൽ, ഇപ്പോൾ LHS ആണ് തന്നെങ്കിൽ A×B+C ആണ് തന്നെങ്കിൽ അതിന് നമ്മൾക്ക് AB+AC എന്ന് പറഞ്ഞ് എഴുതിയേ പറ്റൂ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ. അപ്പം 3/4 × 3/2 + 4/3 ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് A×B + A×C എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ 3/4 × 3/2 + 3/4 അതേ നമ്പർ കൊണ്ട് തന്നെ അപ്പുറത്തെ നമ്പറിന് പ്ലസ് ചെയ്യുക, പ്ലസ് 3/4 × 4/3. അപ്പോൾ 3/4 × 3/2 + 3/4 × 4/3 എന്ന് കിട്ടും. അപ്പം ഫസ്റ്റത്തെ നോക്കാം. 3/4 × 3/2 നോക്കാം. 3/4 × 3/2 എന്ന് വെച്ചാൽ 3 × 3 നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നും പ്ലസ് എങ്ങനെ ചെയ്യേണ്ടതെന്നും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇൻറ്റു ആണെങ്കിൽ നമ്മൾ നേരെ ഇൻറ്റു ചെയ്യുക. 3 × 3 എന്തായിരിക്കും? 9 ആയിരിക്കും. 4 × 2 എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ 9/8 ഫസ്റ്റത്തെ, പ്ലസ് 3 × 4 12 ആയിരിക്കും. 4 × 3 12 ആയിരിക്കും. അപ്പം 12/12. അപ്പോൾ 9/8 + 12/12 എന്ന് കിട്ടും. അപ്പം 12/12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/1 എന്ന് എഴുതാം. കാരണം 1 എന്ന് എഴുതാനും കേട്ടോ നല്ലതാണ് 1/1 എന്ന് എഴുതുന്നത്. കാരണം ഫ്രാക്ഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എഴുതിയാലാണ് പറ്റുക. അപ്പം 9/8 + 1/1. അപ്പം 1ൻ്റെയും 8ൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കണം. അപ്പം 1നെ നമ്മൾ 8 ആക്കിയാൽ മതി. അപ്പം 1നെ 8 ആക്കണമെങ്കിൽ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേ നമ്പർ കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്തത്? അതേ നമ്പർ കൊണ്ട് തന്നെ മുകളിലത്തെ നമ്പർ ഇൻറ്റു ചെയ്യണം. അപ്പം 9/8 + 1 × 8 8 ആണ്, /8/8 8/8 എന്ന് കിട്ടും. സോ 9 + 8 would be 17 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുത്ത് 8 എന്ന് എഴുതാം. അപ്പം 17 / 8 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7/3 × 3/4 + 3/4 × 5/3. അപ്പോൾ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലേക്ക് ആക്കണം. നമ്മൾ നേരെ തിരിച്ചായിരുന്നു ആദ്യം ചെയ്തത്. നമ്മൾ കോമൺ ഒന്നും എടുക്കാതെ തന്നെ 3/4 × 3/2 + 4/3 ആണ് നമ്മൾ ചെയ്തത് ഈ ഒരു രീതിയിൽ. എന്നിട്ട് 17/8 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇത് നേരെ തിരിച്ച് നമ്മൾ AB+AC ആണ് തന്നത്. അതിനെ നമ്മൾ A×B+C എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ ഇതിനുള്ളിൽ കോമൺ ചെയ്താൽ നോക്കുക. 7/3 × 3/4 + 3/4 × 5/3. ഇതിൽ കോമൺ ആയിട്ട് രണ്ട് ഭാഗത്തും ഉള്ളത് 3/4 ആണ്. അപ്പോൾ നമ്മൾ 3/4 ആണ് ഇങ്ങനെ പുറത്തെടുക്കുക, ഒന്നായിട്ട് പുറത്തെടുക്കുക. അപ്പോൾ 3/4 × ആദ്യത്തെ നമ്പർ എത്ര? 7/3. 7/3 അതേപോലെ എഴുതുക. നടുക്ക് ഏതാണോ ഓപ്പറേഷൻ ഉള്ളത്, ഏതാണ് ഓപ്പറേഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിട്ട് അവിടെ പ്ലസ് ആണുള്ളത്. അപ്പം പ്ലസ് ഇടുക, പ്ലസ് 5/3. അപ്പം 3/4 അതേപോലെ തന്നെ എഴുതി. ഇൻറ്റു അടിയത്തെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നമ്പർ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 7 + 5 would be 12 and 12 / 3 എന്ന് ബ്രാക്കറ്റിനുള്ളിൽ ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ 3/4 × 12 / 3 ആണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 യും 3 യും കൂടെ ക്യാൻസൽ ആക്കി കളയാം. പിന്നെ 12/4 = 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ 3 × 12 36 വരും. 4 × 3 12 എന്നും വരും. 36 / 12 എന്തായിരിക്കും? 3 എന്നായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എഡിഷൻ ആണ്. നമുക്ക് ഇനി സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷനിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത് നോക്കാം. -3/4 ഒരു ക്വസ്റ്റിലേക്ക് കിടക്കാം. -3/4 × 5/6 -3/4 × 6/3. അപ്പോൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുക. ഇതിവിടെ AB+AC എന്നുള്ള പറഞ്ഞ ഫോമിലാണ് ഉള്ളത്. നമുക്ക് അതിനെ A×B+C എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ടുള്ളത് -3/4 ആണ്. അപ്പോൾ ആ -3/4 പുറത്തേക്ക് എടുക്കുക. -3/4 × 5/6. ഇവിടെ മൈനസ് ആണ് മെയിൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷൻ. അതുകൊണ്ട് അവിടെ തന്നെ 5/6 - 6/3 എന്ന് നമ്മൾ എഴുതണം. അപ്പം -3/4 × നമുക്ക് വേണമെങ്കിൽ LCM മെത്തേഡ് കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 - 36/18 എന്ന് കിട്ടും. അപ്പോൾ -3 ×
-3/4 ഇൻറ്റു 15 - 36 എന്ന് പറയുന്നത് 21 ആണ്. പക്ഷേങ്കിൽ -21 ആണ്. 15 എന്നാണ് നമ്മൾ 36 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ -21 ആൻസർ കിട്ടും. -21/18 എന്ന് കിട്ടും. സോ -3/4 ഇൻറ്റു -21/18 സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക. -3 ഇൻറ്റു 21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +60, -3 ഇൻറ്റു -21 എന്ന് പറയുന്നത് +63 ആണ്. /4 ഇൻറ്റു 18 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 63/72 അത് നമുക്ക് ഷോർട്ട് ആക്കാം. 63 ആൻഡ് 72 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് നമുക്ക് 9 എന്ന് പറയാം. അപ്പം 9 × 7 ആണ് 63 ആൻഡ് 9 × 8 ആണ് 72. അത് സമയത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 7/8 എന്ന് കിട്ടും. 7/8 വുഡ് ബി ദ ആൻസർ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പോകാം. -5/6 ഇൻറ്റു 5/2 - 7/3. സോ നമ്മുടെ അത് A ഇൻറ്റു B - C എന്നുള്ള പ്രോപ്പർട്ടിയിലാണുള്ളത്. നമുക്കതിനെ AB - AC എന്നുള്ള രീതിയിൽ എഴുതണം. സമയത്ത് -5/6 ഇൻറ്റു 5/2 -5/6 ഇൻറ്റു 7/3. So -5 × 5 would be -25 divided by 6 × 2 would be 12. -7 × 5 would be 35. So -35 divided by 18. So 12 × 18 × LCM നമുക്ക് എല്ലാവർക്കും അറിയാം 36 ആണ്. 12 × 3 would be 36 and 18 × 2 would be 36. So 36 ആണ്. So 12നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 36 കിട്ടുക. 12 × 3 ആണെങ്കിൽ അതേ നമ്പർ മുകളിൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ -25 × 3 would be -75 പ്ലസ് ഇവിടെ മൈനസും പ്ലസ് ആയി മാറിയിട്ടുണ്ട്. -35 would be പ്ലസ് ആവും. സോ അടിയിൽ 18 × 2 would be 36. അതേപോലെ 35 × 2 ചെയ്യണം നമ്മൾ. സോ +70. സോ -75 + 70 ഡിവൈഡ് ബൈ 36 എന്ന് കിട്ടും. -75 + 70 എന്ന് പറഞ്ഞാൽ -5 ആണ്. സോ -5 ഡിവൈഡ് ബൈ 36 ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരിക. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ എഡിഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇത്ര സിമ്പിളാണ്. വേഗം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു എഡിഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.